പ്രിയപ്പെട്ട പ്രേക്ഷകരെ, യു.ഡി.എഫിന്റെ മുഖ്യമന്ത്രി ചർച്ചകളിൽ ഏറ്റവും നിർണായകമായ നിലപാട് തുടക്കം മുതലേ സ്വീകരിച്ചത് മുസ്ലിം ലീഗാണ്. ഫലപ്രഖ്യാപനത്തിന് മുന്നേ തന്നെ കോഴിക്കോട് ചേർന്ന നേതൃയോഗത്തിൽ വി.ഡി. സതീശന് ലീഗ് പിന്തുണ നൽകിയിരുന്നു. ചർച്ചകൾ കൊടുമ്പിരി കൊള്ളുമ്പോൾ AICC നിരീക്ഷകർക്ക് ലീഗ് നൽകിയ പേരും സതീശന്റേത് തന്നെയാണ്. യു.ഡി.എഫിലെ പ്രധാനപ്പെട്ട ഘടകമായ ലീഗിന്റെ തുടർച്ചയായുള്ള പിന്തുണ സതീശന് മുഖ്യമന്ത്രി പദത്തിലേക്ക് വഴി തുറക്കുമോ? ഒറ്റയ്ക്ക് 63 സീറ്റുകൾ നേടിയ കോൺഗ്രസ് ലീഗിന്റെ ശബ്ദം പൂർണ്ണമായും ഉൾക്കൊള്ളുമോ? ഇക്കാര്യമാണ് നമ്മൾ ഇന്ന് ന്യൂസ് ആംഗിളിൽ പരിശോധിക്കുന്നത്. ശാന്തകുമാർ വെള്ളാലത്ത് ലീഗിന്റെ തട്ടകത്തിൽ നിന്ന് നമുക്കിപ്പം തത്സമയം ചേർന്നുണ്ട്. ശാന്തകുമാർ, ഗുഡ് മോർണിംഗ്. ലീഗിന് സത്യം പറഞ്ഞാൽ ഈ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ വലിയ പങ്കുണ്ട്, വലിയ സ്വാധീനമുണ്ട്. അവരുടെ പങ്ക് അത്രമേൽ വലുതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ശബ്ദം ഉറച്ചതുമാണ്. അവർ തുടക്കം മുതലേ പറയുന്ന ഒരൊറ്റ പേര്, അത് വി.ഡി. സതീശൻ്റെയാണ്. ടീം UDF ഇത്രയധികം വിജയം നേടിയിട്ടുണ്ട് എങ്കിൽ, 102 എന്നൊരു മാന്ത്രിക സംഖ്യയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് വി.ഡി. സതീശൻ്റെ നേതൃപാഠവം കൊണ്ടാണ് എന്ന് ലീഗ് വിലയിരുത്തുന്നു. ആ കാര്യം ലീഗ് തുടക്കം മുതൽ പറയുന്നു. അത് ഇന്നലെ ഹൈക്കമാൻഡ് നിരീക്ഷകരെയും ലീഗ് അറിയിക്കുകയും ചെയ്തു. പക്ഷേ കോൺഗ്രസിനുള്ളിൽ പ്രശ്നങ്ങളുണ്ട്. അവിടെ തലയെണ്ണൽ നടക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ മാത്യു കുഴൽനാടൻ്റെ ഒക്കെ പ്രതികരണം ലീഗിന് എതിരെ വന്നിരുന്നു. ഇപ്പം ലീഗിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഞങ്ങൾ പോയി അഭിപ്രായം പറയുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള അസ്വാരസ്യങ്ങൾ പാർട്ടിക്കുള്ളിൽ കോൺഗ്രസിനുള്ളിൽ നിന്നുണ്ട്. ഇപ്പോൾ നിലവിൽ മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തിൽ ഒരു സമവായത്തിലേക്ക് എത്തിയിട്ടില്ല, ഒരൊറ്റപ്പേരിലേക്ക് എത്തിയിട്ടില്ല. ഇന്നോ നാളെയോ അതുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ ഘട്ടത്തിൽ, ഈ അവസാന മണിക്കൂറുകളിൽ ശാന്തകുമാർ വെള്ളാലത്ത് ഈ ലീഗിൻ്റെ ശബ്ദം അല്ലെങ്കിൽ ലീഗിന്റെ പിന്തുണ അത് വി.ഡി. സതീശന് എത്ര കണ്ട് ഗുണകരമാകും? സേതു, ഗുഡ് മോർണിംഗ്. സേതു പറഞ്ഞതുപോലെ തന്നെയാണ്, അത് വി.ഡി. സതീശനൊപ്പം തന്നെയാണ് മുസ്ലിം ലീഗ് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. കാരണം മുസ്ലിം ലീഗ് എപ്പോഴും പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ ഒപ്പമുള്ളതാണ്, അല്ലെങ്കിൽ അതിനോടൊപ്പമാണ് അവർ എല്ലാ കാലത്തും നിലപാടെടുക്കാറുള്ളത്. ഒരു ജനകീയനായ ഒരു നേതാവ്, അല്ലെങ്കിൽ ജനങ്ങളെ നയിച്ച, ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ച ഒരാളെ എന്നുള്ള രീതിയിൽ വി.ഡി. സതീശൻ എടുത്തിട്ടുള്ള ഒരു എഫേർട്ട്, അതിനുണ്ടായിട്ടുള്ള ഒരു ഫലമാണ് തെരഞ്ഞെടുപ്പ് ഫലം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് ലീഗ് കൃത്യമായി തന്നെ അത് വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മുസ്ലിം ലീഗ് കൃത്യമായ അത്തരത്തിലുള്ള അഭിപ്രായത്തിലേക്ക് തന്നെയാണ് എത്തിയിരുന്നത്. ഇന്നലെ അത് ഹൈക്കമാൻഡ് അധികൃതരെ, അവരുടെ നേതൃത്വത്തെയും അവർ മുസ്ലിം ലീഗ് അറിയിച്ചിട്ടുണ്ട്. അത് അവരുടെ കൂടിയാലോചനകൾക്ക് ശേഷമാണ്. നമ്മൾ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുമായും PK കുഞ്ഞാലിക്കുട്ടിയുമായും എല്ലാം പലവട്ടം സംസാരിക്കുമ്പോഴും അവർ അങ്ങനെ ഒരു പരസ്യമായ നിലപാട് എടുക്കാൻ അല്ലെങ്കിൽ പരസ്യമായ ഒരു പ്രതികരണത്തിലേക്കൊന്നും പോകാറില്ലെങ്കിലും അവരുടെ മനസ്സിലുള്ളത് ഇത് വി.ഡി. സതീശൻ തന്നെയാണ്. വി.ഡി. സതീശൻ തന്നെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ളതാണ്. അത് ജനവികാരം കണക്കിലെടുത്തുകൊണ്ട്, ഒരു ജനങ്ങളുടെ ആഗ്രഹം കണക്കിലെടുത്തുകൊണ്ടുള്ളത് ആയിരിക്കണം എന്നുള്ളത് തന്നെയാണ് അവർ എപ്പോഴും പറയാറുള്ളത്. അത് തന്നെയാണ്, ആ നിലപാടിൽ തന്നെയാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ മുസ്ലിം ലീഗിൻ്റെ ഈ നിലപാട്, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയുടെ നിലപാട് അങ്ങനെ തള്ളിക്കളയാൻ എളുപ്പത്തിൽ കഴിയുന്നത് ഒന്നല്ല കോൺഗ്രസിന് എന്നുള്ളത്. ആ രീതിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. അതായത് ഈ MLA-മാരുടെ എണ്ണം മാത്രം എടുക്കുന്നതിന് ഒപ്പം തന്നെ ഓരോ ഘടകകക്ഷികളുടെ അഭിപ്രായം കൂടി സ്വീകരിക്കുമ്പോൾ മുസ്ലിം ലീഗ് ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ്. നമുക്കറിയാം, വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പ്രിയങ്ക ഗാന്ധി ഇവിടെ മത്സരിക്കുമ്പോൾ ആ പ്രിയങ്ക ഗാന്ധിക്ക് വിജയത്തിന് വേണ്ടി മുന്നിൽ നിന്നിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. അത്തരം മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം, മുസ്ലിം ലീഗും ഹൈക്കമാൻഡുമായിട്ടുള്ള ബന്ധം എല്ലാം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയുടെ അഭിപ്രായം മുഖവിലക്കെടുക്കാതെ മുന്നോട്ട് പോകാൻ കോൺഗ്രസിന് എന്തായാലും കഴിയും എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ആ കാര്യം കൂടി പരിഗണിച്ച് തന്നെയായിരിക്കും ഹൈക്കമാൻഡ് ഒരു തീരുമാനത്തിലേക്ക് എത്തുക. അതിന് മാത്രമേ ഹൈക്കമാൻഡ് കഴിയുകയുമുള്ളൂ. കാരണം മുസ്ലിം ലീഗ് ഇപ്പോൾ ഒരു തീരുമാനിച്ചത് വി.ഡി. സതീശനെ ആണെങ്കിൽ ഹൈക്കമാൻഡ് നിശ്ചയിക്കുന്നത് വി.ഡി. സതീശനെ അല്ല എങ്കിലും അവർ ചിലപ്പോൾ അത് അംഗീകരിച്ചേക്കും. പക്ഷേ ഒരു നിലപാട് തങ്ങൾക്കുണ്ട് എന്നുള്ള ഒരു കർശനമായ ഒരു അറിയിപ്പ് തന്നെയാണ് മുസ്ലിം ലീഗ് ഇന്നലെ നേതൃത്വത്തിന് നൽകുകയും ചെയ്തിരിക്കുന്നത്. അത് തന്നെയാണ് തുടരാൻ സാധ്യത. കാരണം ചെറുതായല്ല വി.ഡി. സതീശൻ്റെ പ്രവർത്തനത്തെ, വി.ഡി. സതീശൻ്റെ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തെ പ്രവർത്തന രീതികളെയെല്ലാം മുസ്ലിം ലീഗ് കാണുന്നത്. അത് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുണ്ടായ ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം കഴിഞ്ഞ 5 വർഷവും വി.ഡി. സതീശൻ സംസ്ഥാനത്തെ കോൺഗ്രസിനെ, അല്ലെങ്കിൽ സംസ്ഥാനത്തെ ആ പാർട്ടിക്ക്, UDF നേതൃത്വത്തിന് കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകാനും വലിയ മുന്നേറ്റം ഉണ്ടാക്കാനും കഴിഞ്ഞു. അത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒപ്പം തന്നെ അതിന് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും
ഭൂരിപക്ഷമെല്ലാം അവ നേടിയതാണ്. ഇവയെല്ലാം കണക്കെടുത്ത് ഒരു പ്രായോഗികമായ രാഷ്ട്രീയ രീതിയിലേക്ക് എപ്പോഴും മുന്നോട്ട് പോകുന്ന മുസ്ലിം ലീഗ് ആ രീതിയിൽ തന്നെ ആയിരിക്കും ഈ സതീശൻ മുഖ്യമന്ത്രിയാവണമെന്ന നിലപാടിലും ഇപ്പോൾ ഓക്കെ ശാന്തകുമാർ, അപ്പോൾ ലീഗ് അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു.